ഓക്കെ. ഇപ്പൊ ഇൻവെസ്റ്റിഗേഷൻസ് ആദ്യം തന്നെ യൂറിൻ ഗ്ലൂക്കോസ് എന്ന് പറയുമ്പോൾ ഗ്ലൈക്കോസ് യൂറിയ, യൂറിനിലൂടെ ഗ്ലൂക്കോസ് നമുക്കറിയാലോ, ബ്ലഡിനകത്ത് ഗ്ലൂക്കോസ് കൂടി കഴിയുമ്പോൾ ഇത് നമ്മൾ ചെക്ക് ചെയ്യുന്നത് ഡിപ്സ്റ്റിക്സ് വെച്ചാണ്. ഇതാണ് ഡിപ്സ്റ്റിക്സ്. ഈ ഡിപ്സ്റ്റിക്ക് വെച്ചിട്ടാണ് നമ്മൾ ഗ്ലൂക്കോസ് യൂറിയ ടെസ്റ്റ് ചെയ്യുന്നത്. പക്ഷെ ഇത് അത്ര സെൻസിറ്റീവ് അല്ല. കാരണം എന്താന്ന് വെച്ചാൽ നമ്മളൊരു നോർമലി ഒരു ഹൈ ഇൻടേക്ക് കാർബോഹൈഡ്രേറ്റ്സ് കഴിച്ചു കഴിയുമ്പോൾ എല്ലാവരെയും ബ്ലഡിനകത്ത് ഗ്ലൂക്കോസ് കൂടും. അപ്പൊ ഇത് ഡയബറ്റിക് മെല്ലിറ്റസ് ഉള്ളവർക്ക് ഒരു സ്പെസിഫിക് ടെസ്റ്റ് അല്ല. ഓക്കെ, അത്ര റിലയബിൾ ടെസ്റ്റ് അല്ല ഗ്ലൈക്കോസ് യൂറിയ. ഓക്കെ, അപ്പൊ ഇത് എന്തുകൊണ്ടാണ് ഗ്ലൂക്കോസ് യൂറിനിൽ വരുന്നതെന്ന് വെച്ചാൽ നമ്മുടെ ലോ റീനൽ ത്രഷോൾഡ് എന്ന് വെച്ചാൽ, ഞാൻ പറഞ്ഞില്ലായിരുന്നു ഗ്ലൂക്കോസ് ഒരു സൊല്യൂട്ട് ആണെന്ന്. ഈ സൊല്യൂട്ട് ബ്ലഡിനകത്ത് ഒരുപാട് കൂടി കഴിയുമ്പോൾ ഈ കിഡ്നിക്ക് അതിങ്ങനെ എക്സ്ക്രീറ്റ് ചെയ്യാനുള്ള ടെൻഡൻസി കൂടുതലാണ്. അപ്പൊ അതങ്ങ് എക്സ്ക്രീറ്റ് ചെയ്ത് കളയും. അതിനെ പറയുന്നതാണ് ലോ റീനൽ ത്രഷോൾഡ് എന്ന്. അപ്പൊ എന്തൊരു സൊല്യൂട്ട് ബ്ലഡിൽ കൂടി കഴിഞ്ഞാലും കിഡ്നി അത് എക്സ്ക്രീറ്റ് ചെയ്ത് കളയും. അപ്പൊ നമ്മളൊരു ഹൈ കാർബോഹൈഡ്രേറ്റ് ഡയറ്റ് എടുത്തു കഴിഞ്ഞാൽ ആ ഗ്ലൂക്കോസിനെ സെക്രീറ്റ് ചെയ്ത് കളയും. അപ്പൊ അതുകൊണ്ട് തന്നെ ഗ്ലൈക്കോസ് യൂറിയ എന്ന് പറയുന്നത് ഒരു റിലയബിൾ ടെസ്റ്റ് അല്ല, ഡയബറ്റിസ് മെല്ലിറ്റസ്. പക്ഷെ അത് പറയണം, യൂറിൻ ഗ്ലൂക്കോസ് ഡിപ്സ്റ്റിക്സ് യൂസ് ചെയ്തിട്ടാണ് ടെസ്റ്റ് ചെയ്യുന്നത്. പിന്നെ ഇതൊരു സ്ക്രീനിങ് ടെസ്റ്റ് ആയിട്ട് ഇപ്പൊ യൂസ് ചെയ്യുന്നുണ്ട്. പക്ഷെ ഇപ്പൊ അത് WHO എടുത്ത് മാറ്റി. പണ്ട് യൂസ് ചെയ്യുമായിരുന്നു. ആഫ്റ്റർ 1 to 2 hours ആഫ്റ്റർ മീൽസ് കഴിഞ്ഞിട്ട് നോക്കുമായിരുന്നു ഗ്ലൂക്കോസ് യൂറിനകത്തുള്ള എന്തോരാണെന്ന്. പിന്നെ അതുപോലെ ചില ഡ്രഗ്സ് യൂറിനകത്തുള്ള ഗ്ലൂക്കോസ് കൂട്ടും, ലൈക്ക് ബീറ്റ ലാക്ടീൻ ആന്റിബയോട്ടിക്സ്, ലിവഡോപ്പ, സാലിസിലേറ്റ്സ്. ഈ 3 ഡിപ്സ്റ്റിക് ടെസ്റ്റിനെ ഇന്റർഫിയർ ചെയ്യാം. ഓക്കെ, അപ്പൊ ഇതാണ് യൂറിൻ ഗ്ലൂക്കോസ്. പിന്നെ അത് മാത്രമല്ല, ലോ റീനൽ ത്രഷോൾഡ് ഇസ് ഓൾസോ സീൻ ഇൻ പ്രഗ്നൻസി ആൻഡ് യങ് ചിൽഡ്രൻ. അപ്പൊ പ്രഗ്നൻസിയിലെ യങ് ചിൽഡ്രൻ ഉള്ളവർക്ക് ഡയബറ്റീസ് ഡിറ്റക്ട് ചെയ്യണേ ഒരിക്കലും നമ്മൾ ഗ്ലൈക്കോസ് യൂറിയ നോക്കരുത്. കാരണം അവർക്ക് നോർമലി അത് കൂടുതലാണ് ബിക്കോസ് ഓഫ് ലോ റീനൽ ത്രഷോൾഡ്. അപ്പൊ അതാണ് യൂറിൻ ഗ്ലൂക്കോസ്. അതൊരു ഇൻവെസ്റ്റിഗേഷൻ. രണ്ടാമത്തെ ഇൻവെസ്റ്റിഗേഷൻ ആണ് ബ്ലഡ് ഗ്ലൂക്കോസ്. അതാണ് നമുക്ക് ഏറ്റവും ആവശ്യം. ഓക്കെ, നമ്മുടെ പ്ലാസ്മ ഗ്ലൂക്കോസ് ലെവൽ അറിയുന്നതാണ് ബ്ലഡ് ഗ്ലൂക്കോസ് ടെസ്റ്റ്. ഇതാണ് മോസ്റ്റ് റിലയബിൾ ടെസ്റ്റ്. അപ്പൊ അതെന്ന് പറയുമ്പോൾ നമ്മൾ ഒന്ന് കൺഫർമേഷന് വേണ്ടിയിട്ടും യൂസ് ചെയ്യും, രണ്ടാമത്തത് പ്രീ ഡയബറ്റിസ് ഉണ്ടോ ഇല്ലയോ എന്ന് അറിയാൻ വേണ്ടിയിട്ടും യൂസ് ചെയ്യും. കേട്ടോ, ഡയബറ്റിസ് എങ്ങനെയാണോ? ഹലോ, കേക്കാവോ? ഡയബറ്റിസ് കൺഫേം ചെയ്യാൻ ഡയബറ്റിസ് കൺഫേം ചെയ്യുന്നത് എങ്ങനെയാണ്? ഒന്നെങ്കിൽ നമ്മൾ എപ്പോഴും സാധാ ചെയ്യുന്ന ഫാസ്റ്റിംഗ് ബ്ലഡ് ഗ്ലൂക്കോസ് നോക്കാം ഇവര്. ഓക്കെ, അല്ലെങ്കിൽ നമുക്ക് ഗ്ലൂക്കോസ് ടോളറൻസ് ടെസ്റ്റ് ചെയ്യാം. ഗ്ലൂക്കോസ് ടോളറൻസ് ടെസ്റ്റ് എന്ന് പറയുമ്പോൾ 75 gram ഗ്ലൂക്കോസ് ലോഡ് കൊടുത്തതിന് ശേഷം 2 hours കഴിഞ്ഞിട്ട് പ്ലാസ്മ ഗ്ലൂക്കോസ് എന്തോരം ഉണ്ടെന്ന് നോക്കും. ഓക്കെ, പ്ലാസ്മ ഗ്ലൂക്കോസ് ആണ്, ഒരിക്കലും കാപ്പിലറി ബ്ലഡിലുള്ളതല്ല, പ്ലാസ്മ ഗ്ലൂക്കോസ്. ഓക്കെ, അപ്പൊ 2 മെത്തഡ്, ഒന്ന് ഗ്ലൂക്കോസ് ടോളറൻസ് ടെസ്റ്റും ഫാസ്റ്റിംഗ് ബ്ലഡ് ഗ്ലൂക്കോസ്. അപ്പൊ ഗ്ലൂക്കോസ് ടോളറൻസ് ടെസ്റ്റിനകത്ത് മോർ ദാൻ 200 mg/dL ആണെങ്കിൽ കൺഫേം ചെയ്യാം ഇറ്റ് ഇസ് ഡയബറ്റിസ്. അതുപോലെ FBS മോർ ദാൻ 126 mg/dL ആണെങ്കിൽ അതും ഡയബറ്റിസ് ആണ്. പിന്നെ മൂന്നാമത് ഒരാളാണ് HbA1c. അത് മോർ ദാൻ 6.5% ആണെങ്കിൽ ഡയബറ്റിസ്, അൺകൺട്രോൾ ഡയബറ്റിസ്. ഓക്കെ, അപ്പൊ ഇത്രയാണ് 3 ടു കൺഫേം ദി ഡയഗ്നോസിസ്: ഗ്ലൂക്കോസ് ടോളറൻസ് ടെസ്റ്റ്, ഫാസ്റ്റിംഗ് ബ്ലഡ് ഗ്ലൂക്കോസ്, HbA1c. ഇനി പ്രീ ഡയബറ്റിസ് ആണോ അല്ലയോ എന്ന് അറിയാൻ വേണ്ടിട്ട് നമ്മൾ എന്ത് ചെയ്യും? പ്രീ ഡയബറ്റിസ് എന്ന് പറയുമ്പോൾ എന്തോ അർത്ഥം? അയാൾക്ക് റിസ്ക് ഫാക്ടേഴ്സ് ഒക്കെ ഉണ്ട്. ഡയബറ്റിസ് ഫ്യൂച്ചറിൽ ഉണ്ടാകാനുള്ള റിസ്ക് ഫാക്ടേഴ്സ് എല്ലാം ഉണ്ട്. ഓക്കെ, അപ്പൊ ആ റിസ്ക് ഫാക്ടേഴ്സ് കുറച്ചാൽ അയാൾക്ക് ഫ്യൂച്ചറിൽ ഡയബറ്റിസ് ഉണ്ടാവാതിരിക്കാം. അപ്പൊ അതിന് വേണ്ടി നമ്മൾ ചെയ്യുന്ന ടെസ്റ്റും ഈ ബ്ലഡ് ഗ്ലൂക്കോസ് തന്നെയാണ്, അത് ചെക്ക് ചെയ്യാനും. അപ്പൊ പ്രീ ഡയബറ്റിസിനകത്ത് നമ്മൾ ഇതേ 3 പേരെ തന്നെ നോക്കുന്നത്: FBS, ഗ്ലൂക്കോസ് ടോളറൻസ് ടെസ്റ്റും HbA1c. അതിന്റെ ലെവലാണ് 110 to 126 ആണെങ്കിൽ പ്രീ ഡയബറ്റിക് എന്ന് പറയും. ഗ്ലൂക്കോസ് ടോളറൻസ് ടെസ്റ്റ് ആണെങ്കിൽ 140 to 200 mg/dL ആണെങ്കിൽ പോസിറ്റീവ്, പ്രീ ഡയബറ്റിക് ആണ്. അതുപോലെ HbA1cയുടെ ലെവല് 5.7 to 6.4 ഇടയിലാണെങ്കിൽ പ്രീ ഡയബറ്റിക് ആണ്. അപ്പൊ ഇത് മറക്കരുത്, ഈ വാല്യൂസ് പഠിക്കും. ഓക്കെ, അപ്പൊ ഈ 3 ടെസ്റ്റ് ആണ് ഇപ്പൊ WHO കൺഫർമേഷൻ ഓഫ് ഡയഗ്നോസിസിന് വേണ്ടി പറയുന്നത്: ഫാസ്റ്റിംഗ് ബ്ലഡ് ഗ്ലൂക്കോസ്, ഓറൽ ഗ്ലൂക്കോസ് ടോളറൻസ് ടെസ്റ്റും HbA1c. ഓക്കെ ആണല്ലോ? അത്രയാണ് ബ്ലഡ് ഗ്ലൂക്കോസ്. ഓക്കെ, ഇനി അടുത്താണ് CGM. CGM എന്ന് പറയുന്നത് കണ്ടിന്യൂസ് ഗ്ലൂക്കോസ് മോണിറ്ററിങ്. അത് എന്താന്ന് പറയുമ്പോൾ ഇങ്ങനെ ഒരു മെഷീനാണ്. നമ്മൾ ഇതൊരു സെൻസർ, വൈറ്റ് കളർ സാധനം. ഈ സെൻസർ നമ്മുടെ സ്കിന്നിൽ ഇങ്ങനെ ഒട്ടിച്ചു വെക്കും. ഇതിങ്ങനെ സ്കിന്നിൽ ഒട്ടിച്ചു കഴിയുമ്പോൾ നമുക്ക് പ്ലാസ്മ ഗ്ലൂക്കോസ് എന്തോരം ഉണ്ടെന്ന് അറിയാൻ പറ്റും. ഇതെന്ന് പറയുമ്പോഴേ ഈ ഇൻസുലിൻ എടുക്കുന്ന ആൾക്കാരില്ലേ, ഇൻസുലിൻ എപ്പോഴും സ്വന്തമായിട്ട് കുത്തുന്നവര്, സെൽഫ് ഇൻസുലിൻ യൂസ് ചെയ്യുന്നവര്, അവർക്ക് വേണമെങ്കിൽ ഇത് യൂസ് ചെയ്യാം. അവർക്കിത് വീട്ടിൽ തന്നെ യൂസ് ചെയ്യുന്ന ഒരു സാധനമാണ്. അവർക്ക് സ്വയം എത്തോരം ബ്ലഡ് കൺട്രോൾഡ് ആണോ എന്നൊക്കെ അറിയാൻ വേണ്ടി തന്നെ യൂസ് ചെയ്യുന്ന ഒരു സാധനമാണ് കണ്ടിന്യൂസ് ഗ്ലൂക്കോസ് മോണിറ്ററിങ്. ഒരു പുതിയ മെത്തേഡാണ്. പക്ഷെ ഇത് നോട്ട് അക്യൂറേറ്റ് ഫോർ ബ്ലഡ് ഗ്ലൂക്കോസ് ടെസ്റ്റിംഗ് കേട്ടോ, നോട്ട് അക്യൂറേറ്റ്. ഓക്കെ, അതാണ് CBS. CGM. ഇനി അടുത്ത ടെസ്റ്റ് ആണ് യൂറിൻ ബ്ലഡ് കീറ്റോൺ.
യൂറിനകത്ത് കീറ്റോണും അതിലുള്ള ബ്ലഡിനകത്തുള്ള കീറ്റോൺ ചെക്ക് ചെയ്യുന്നത്. ആദ്യം നമുക്ക് യൂറിനിലുള്ള കീറ്റോണിനെ പറ്റി പറയാം. കീറ്റോൺ യൂറിയ എന്നാണ് പറയുന്നത്. കീറ്റോൺ യൂറിയ നമുക്ക് അത്ര റിലൈ ചെയ്യാൻ പറ്റില്ല. കാരണം എന്താന്ന് വെച്ചാൽ നിങ്ങളൊന്ന് ആലോചിച്ചു, ഇപ്പം നമ്മളൊരു ഫാസ്റ്റിംഗ് ആണെന്ന് വിചാരിച്ചോ, ഫുഡൊന്നും കഴിക്കാതിരിക്കുക. അപ്പം നമ്മുടെ നോർമലി എന്താ ബ്രേക്ക് ഡൗൺ ചെയ്യുന്നത്? ഗ്ലൂക്കോസ് ഇല്ല, നമ്മൾ ഫാസ്റ്റിംഗ് അല്ലേ, ഫാറ്റ് ബ്രേക്ക് ഡൗൺ ചെയ്യും. അപ്പോൾ നോർമലി കീറ്റോൺ ബോഡീസ് യൂറിനിൽ കൂടും. അതുപോലെ എക്സസൈസ് ചെയ്യുന്ന സമയത്ത് നമ്മുടെ കാലറി ബേൺ ചെയ്യല്ലേ, ഫാറ്റല്ലേ ബ്രേക്ക് ഡൗൺ ചെയ്യുന്നത്, അപ്പോഴും കീറ്റോൺ ബ്ലഡിൽ കൂടും. അതുപോലെ വോമിറ്റിംഗ്, ഹൈ ഫാറ്റി ഡയറ്റ് ആൻഡ് ലോ കാർബോഹൈഡ്രേറ്റ് ഡയറ്റ് എടുത്താലും കീറ്റോൺ കൂടും ബ്ലഡിൽ. അപ്പൊ അത് നമുക്ക് റിലേ ചെയ്യാൻ പറ്റുമോ? ഡയബറ്റീസ് ഡിറ്റക്ട് ചെയ്യാൻ പറ്റത്തില്ല. അപ്പൊ കീറ്റോൺ യൂറിയ നമുക്ക്, അതുകൊണ്ടാണ് കീറ്റോൺ യൂറിയ ഇസ് നോട്ട് പത്തഗ്നോമോണിക് ഓഫ് ഡയബറ്റീസ് മെലിറ്റസ് എന്ന് പറയുന്നത്. ഓക്കെ, പക്ഷേ ചില സമയം ഗ്ലൈക്കോസ് യൂറിയ ആയിട്ട് അസോസിയേറ്റ് ചെയ്ത് കീറ്റോൺ യൂറിയ കാണാം. അത് വലിയ കാര്യമില്ല. കീറ്റോൺ യൂറിയ നമ്മൾ ഡിറ്റക്ട് ചെയ്യുന്നത് ഡിപ്സ്റ്റിക് യൂസ് ചെയ്തിട്ടാണ്, അല്ലെങ്കിൽ നൈട്രോപ്രൂസൈഡ് ടെസ്റ്റ് വെച്ചിട്ടാണ്. എനിക്കൊന്ന് ബയോകെമിസ്ട്രി ചെയ്തിട്ടുണ്ടായിരുന്നു തോന്നുന്നു. ഓക്കെ, ഡിപ്സ്റ്റിക് ടെസ്റ്റും അല്ലെങ്കിൽ നൈട്രോപ്രൂസൈഡ് ടെസ്റ്റ്. ഇനി ബ്ലഡ് കീറ്റോണെ പറ്റി പറയാം. ബ്ലഡ് കീറ്റോൺ ഒരു ഇമ്പോർട്ടന്റ് ഇൻഡിക്കേറ്റർ ആണ്. കീറ്റോൺ യൂറിയ പോലല്ല. ബ്ലഡ് കീറ്റോൺ ഡയബറ്റിക് കീറ്റോ ആസിഡോസിസ് ആയിട്ട് വരുന്ന ഒരാൾക്ക് ബ്ലഡ് കീറ്റോൺ ആണ് ടെസ്റ്റ് ചെയ്യുന്നത്. ഈ ഡയബറ്റിക് കീറ്റോ ആസിഡോസിസ് വേറെ ആൾ പഠിപ്പിക്കും കേട്ടോ, സാധ്യത പഠിപ്പിക്കും. അതുകൊണ്ട് അതിനെപ്പറ്റി ഒരുപാട് പറയത്തെ. ഓക്കെ, അപ്പൊ ബ്ലഡ് കീറ്റോൺ ഡിറ്റക്ട് ചെയ്യാൻ വേണ്ടിയിട്ട്, ഡയബറ്റിക് കീറ്റോ ആസിഡോസിസ് ഡിറ്റക്ട് ചെയ്യുന്നത് ബ്ലഡ് കീറ്റോൺ ലെവൽ വെച്ചിട്ടാണ്. ഓക്കെ, അപ്പൊ അത് ഇതിന് വേണ്ടിയിട്ട് നമുക്ക് കാപ്പിലറി ബ്ലഡ് യൂസ് ചെയ്താൽ മതി. കാപ്പിലറി ബ്ലഡ് യൂസ് ചെയ്യുന്ന വെച്ചാൽ ഇതാ ഞാൻ ഉദ്ദേശിച്ചത്, ഇങ്ങനെ ഒരു മീറ്റർ പോലത്തെ സാധനം, കാപ്പിലറി ബ്ലഡ് എടുത്താൽ മതി എന്ന് ഉദ്ദേശിച്ചത്. ഓക്കെ, അപ്പൊ ഡയബറ്റിക് കീറ്റോ ആസിഡോസിസ് കാപ്പിലറി ബ്ലഡിനകത്തുള്ള ബീറ്റ ഹൈഡ്രോക്സി ബ്യൂട്ടാറൈറ്റിന്റെ അളവാണ് ചെക്ക് ചെയ്യുന്നത്. കൂടി നിൽക്കുകയാണെങ്കിൽ ഡയബറ്റിക് കീറ്റോ ആസിഡോസിസ് ഉണ്ടെന്ന് അർത്ഥം. അപ്പം ലെസ് ദാൻ 0.6 മില്ലിമോൾസ് പെർ ലിറ്റർ ആണെങ്കിൽ അത് നോർമൽ ആണ്, കുഴപ്പമില്ല. പിന്നെ ടേബിൾ കൊടുത്തിട്ടുണ്ട്, നോക്ക്. 0.6 മില്ലിമോൾസ് പെർ ലിറ്റർ താഴെയാണെങ്കിൽ കുഴപ്പമില്ല. പക്ഷെ 0.6 to 1.5 ആ ഒരു ലെവലിൽ വരുവാണെങ്കിൽ ട്രീറ്റ്മെന്റ് ഒന്നും വേണ്ട, പക്ഷെ അത് നമ്മൾ വാച്ച് ചെയ്യണം, അത് മോണിറ്റർ ചെയ്തുകൊണ്ടിരിക്കണം. 1.5 to 3 അയാൾക്ക് ഹൈ ബ്ലഡ് ഗ്ലൂക്കോസ് ഉണ്ടെങ്കിൽ, അതിന്റെ കൂടെ എന്തുവാ ഹൈപ്പർഗ്ലൈസിമിയും കൂടെ ഉണ്ടെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം? ട്രീറ്റ്മെന്റ് കൊടുക്കണം. അയാൾക്ക് ഹൈ റിസ്ക് ഓഫ് ഡയബറ്റിക് കീറ്റോസിസ് എന്ന് പറയുന്നത്, ഹൈ റിസ്ക്, സീക്ക് മെഡിക്കൽ അഡ്വൈസ്. മോർ ദാൻ 0.3 ആണ് ഉറപ്പിച്ചോ അത് ഡയബറ്റിക് കീറ്റോസിസ് ആണ്, വി ഹാവ് ടു സ്റ്റാർട്ട് മെഡിക്കൽ അഡ്വൈസ് ഇമ്മീഡിയറ്റ്ലി. ആ ലെവൽ അത് ബൈഹാർട്ട് പഠിക്കണം. ഓക്കെ, അപ്പൊ അത്രയാണ് ഗ്ലൈക്കോസ്യൂറിയയും കീറ്റോൺ യൂറിയയും. ഇനി അടുത്തൊരു ഇമ്പോർട്ടന്റ് ടെസ്റ്റ് ആണ്, 2 മാർക്കിന് ചോദിച്ചിട്ടുള്ളതാണ് HbA1c. എന്തോ HbA1c? ഈ ഗ്ലൂക്കോസ് എന്ന് പറഞ്ഞ ഒരാൾക്ക് എപ്പോഴും ഒരു പ്രോട്ടീനുമായിട്ട് ബൈൻഡ് ചെയ്യാൻ ഭയങ്കര ഇഷ്ടം. ആ ആളാണ് നമ്മുടെ ഹീമോഗ്ലോബിൻ. ഹീമോഗ്ലോബിൻ കാണുന്നത് RBCയുടെ അകത്തല്ലേ, അപ്പൊ എപ്പോഴും ഗ്ലൂക്കോസ് നമ്മുടെ RBC ആയിട്ട് അല്ല ഹീമോഗ്ലോബിനായിട്ട് ബൈൻഡ് ചെയ്താ കാണുന്നത്. അങ്ങനെ അതിന് പറയുന്നതാണ് ഗ്ലൈക്കേഷൻ അല്ലെങ്കിൽ ഗ്ലൈക്കേറ്റഡ് ഹീമോഗ്ലോബിൻ. ഓക്കെ, അപ്പോ ഗ്ലൈക്കേറ്റഡ് ഹീമോഗ്ലോബിൻ എന്ന് പറയുന്നതാണ് അതും ഒരു റിലയബിൾ, WHO റിലൈ ചെയ്തൊരു ടെസ്റ്റ് ആണ് ഡയബറ്റീസ് ഡിറ്റക്ഷന്. അപ്പൊ റിലയബിൾ ടെസ്റ്റ് ആണ്. ഇതൊരു അക്യുറേറ്റ് ആൻഡ് ഒബ്ജക്റ്റീവ് മെത്തേഡ് ആണെന്നാ പറയുന്നത്. പിന്നെ ഗ്ലൈക്കേറ്റഡ് ഹീമോഗ്ലോബിൻ എന്ന് പറയുമ്പോൾ കഴിഞ്ഞ 3 മാസത്തെ ബ്ലഡ് കൺട്രോൾ അല്ലെ ബ്ലഡിനകത്തുള്ള ഷുഗറിന്റെ അളവ് എന്തോരം ഉണ്ടെന്ന് അറിയാൻ പറ്റും ഗ്ലൈക്കേറ്റഡ് ഹീമോഗ്ലോബിൻ വെച്ചിട്ട്. എന്തുകൊണ്ടാണെന്ന് അറിയാം 3 months പറയാൻ കാരണം? 120 days RBC. അത് തന്നെ, കാരണം അത് കഴിയുമ്പോൾ RBCs പോവല്ലേ, പിന്നെ പുതിയത് വരുമല്ലേ. അപ്പൊ അതാണ് കഴിഞ്ഞ 3 monthsനകത്തുള്ളിലുള്ള നമ്മുടെ ബ്ലഡ് ഗ്ലൂക്കോസ് കൺട്രോൾ സഹായിക്കുന്നതാണ് HbA1c. ഓക്കെ, അപ്പൊ ഇനി മോർ ദാൻ, ഞാൻ നേരത്തെ പറഞ്ഞതായി, ഇത് മോർ ദാൻ 6.5% ആണെങ്കിൽ അത് ഡയബറ്റീസ് മെലിറ്റസ് ആണ്. പ്രീ ആണെങ്കിലോ 5.7 to 6.4% ആണ് ഈ പ്രീ ഡയബറ്റീസ്. പക്ഷെ ഇപ്പൊ നമ്മുടെ ഒരു ഇന്റർനാഷണൽ ഫെഡറേഷൻ ഓഫ് ക്ലിനിക്കൽ കെമിസ്ട്രി, അങ്ങനെ ഒരു ഫെഡറേഷൻകാർ പറയുന്നത് പെർസെന്റേജിൽ പറയുന്നതിനേക്കാളും നല്ലത് മില്ലിമോൾസിന്റെ അളവിൽ പറയുന്നതാണ് പറയുന്നത്. അതുകൊണ്ട് നമുക്ക് മില്ലിമോൾസ് അളവ് പഠിക്കണം. ഓക്കെ, അപ്പം മില്ലിമോൾസ് അളവിൽ പറയുവാണെങ്കിൽ ഡയബറ്റീസ് മെലിറ്റസ് കൺഫേം ചെയ്യുന്നത് പറയുമ്പോൾ മോർ ദാൻ 48 മില്ലിമോൾസ്. മില്ലിമോൾസിലാക്കുമ്പോൾ പെർസെന്റേജിലാണെങ്കിൽ ഇറ്റ് 6.7, മില്ലിമോൾസിലാണെങ്കിൽ ഇറ്റ് ഇസ് മോർ ദാൻ 48 മില്ലിമോൾസ് പെർ മോൾസ്. ഇനി ഇപ്പൊ അത് പ്രീ ഡയബറ്റീസ് ആണെന്ന് പറയണമെങ്കിൽ 42 to 47 മില്ലിമോൾസ് പെർ മോൾ ആണെങ്കിൽ ഇറ്റ് ഇസ് പ്രീ ഡയബറ്റീസ്. ഓക്കെ, 48 ഉം 42 to 47. മറ്റ് പെർസെന്റേജിൽ പറയുകയാണെങ്കിൽ മോർ ദാൻ 6.5 ആണ് ഇറ്റ് ഇസ് ഡയബറ്റീസ് മെലിറ്റസ്, 5.7 to 6.4 ആണെങ്കിൽ പ്രീ ഡയബറ്റീസ്. അപ്പൊ അതാണ് HbA1c. ഓക്കെ, അപ്പൊ ഇനി പക്ഷേ അനീമിയ പ്രഗ്നൻസിയിലുള്ളവർ നമുക്ക് HbA1c നോക്കുന്നത് നല്ലതല്ല. കാരണം അനീമിയയിൽ പറയുമ്പോൾ നമ്മൾ ഹീമോഗ്ലോബിൻ കുറവല്ലേ, പ്രഗ്നൻസിയുടെ സമയത്ത് ഈ സെൽ ടേൺ ഓവർ റേറ്റ് കൂടുതലായതുകൊണ്ട് അവരിൽ നമുക്ക് HbA1c നോക്കി റിലേ ചെയ്യാൻ പറ്റില്ല കേട്ടോ. ഓക്കെ,
അതുകൊണ്ട് അവർ രണ്ടുപേരും നമ്മൾ ഓക്കെ. അങ്ങനെ ചെയ്യത്തില്ലെന്ന് പറയും. പിന്നെ അതുപോലെ യൂറീമിയ, ഹീമോഗ്ലോബിനോപ്പത്തീസ് ഉള്ളവർക്ക് HbA1c അത്ര അവൈലബിൾ അല്ല. ഓക്കെ, അപ്പൊ അതാണ് ഓക്കെ. HbA1c, ഗ്ലൈക്കേറ്റഡ് ഹീമോഗ്ലോബിൻ ടെസ്റ്റ്. അപ്പൊ ഞാനിപ്പോ എന്തോരം കുറെ ടെസ്റ്റിന്റെ പേര് പറഞ്ഞു, പക്ഷെ എല്ലാം അറിയുന്നത് തന്നെ ആണല്ലോ നിങ്ങൾക്ക്. വീണ്ടും പറയണ്ടല്ലോ, ഒന്നും റിപ്പീറ്റ് ചെയ്യണ്ടല്ലോ. ഓക്കെ, ഇനി അടുത്താണ് ഓട്ടോ ആന്റിബോഡീസ്. അത് ആർക്കായിരിക്കും ഉള്ളത്? ടൈപ്പ് 1 ടൈപ്പ് 2 ടൈപ്പ് 1 ആന്റിബോഡീസ് ഉള്ളത്, ഓട്ടോ ആന്റിബോഡീസ്. അപ്പൊ നമ്മൾ ആന്റിബോഡീസ് ഉണ്ടോ എന്ന് നോക്കണ്ടേ, എന്നാലല്ലേ നമുക്ക് ടൈപ്പ് 1 ആണോ ടൈപ്പ് 2 ആണോ എന്ന് അറിയാൻ പറ്റുള്ളൂ. അപ്പൊ നമ്മൾ ഐലറ്റ് ഓട്ടോ ആന്റിബോഡീസ് ആണ് നോക്കുന്നത്. അത് ടൈപ്പ് 1 കാണുന്നത്, ഓട്ടോ ഇമ്മ്യൂൺ ഡിസ്ട്രക്ഷൻ ഓഫ് ബീറ്റ സെൽസ്. അപ്പൊ ഏതൊക്കെ ആന്റിബോഡീസ് കാണുന്നതെന്ന് നോക്കാം. ഒന്നാമത്താണ് ഇൻസുലിനെതിരെയുള്ള ആന്റിബോഡീസ് ഡിറ്റക്ട് ചെയ്യാൻ പറ്റും. പിന്നെ ഞാൻ GAD പറഞ്ഞില്ലായിരുന്നു, GADക്കെതിരെയുള്ള ആന്റിബോഡീസ്. GAD എന്ന് പറയുന്നത് ഗ്ലൂട്ടാമിക് ആസിഡ് ഡീകാർബോക്സിലേസ്, ഇതിനെതിരെ ആയിട്ടുള്ള ആന്റിബോഡീസിനെ കാണാൻ പറ്റും. PTP എന്ന് പറയുന്നത് പ്രോട്ടീൻ ടൈറോസിൻ ഫോസ്ഫേറ്റ് അല്ലെങ്കിൽ IA2, അതും നമ്മുടെ ഈ ഇൻസുലിനെ പ്രൊഡ്യൂസ് ചെയ്യാൻ റെഗുലേറ്റ് ചെയ്യുന്ന ഒരാളാണ്. അപ്പൊ അതിനെതിരെയുള്ള ആന്റിബോഡീസ് കാണാം. പിന്നെ സിങ്ക് ട്രാൻസ്പോർട്ടറും ഇൻസുലിന്റെ റിലീസിന് ഭയങ്കര ഇമ്പോർട്ടന്റ് ആണ്. ഇപ്പൊ ഈ 4 പേരുടെ എതിരെയുള്ള പേരൊന്നും ഇല്ല, ആന്റിബോഡീസിന്റെ പേരൊന്നുമില്ല, ഇത്രയും പേർക്ക് എതിരെയുള്ള ആന്റിബോഡീസ്. പണ്ടൊന്ന് പറഞ്ഞുകൊണ്ടിരുന്നത് ടൈപ്പ് 1 ഡയബറ്റീസ് മെലിറ്റസിന്റെ ആന്റിബോഡീസിനെ ഡിറ്റക്ട് ചെയ്യാൻ പാടായിരുന്നു. പക്ഷെ ഇപ്പോ GADക്കെതിരെ ഉള്ളതും IA2, അതാണ് ഈ പ്രോട്ടീൻ ടൈറോസിൻ ഫോസ്ഫേറ്റിനെതിരെ ഉള്ളവർക്ക് എതിരായിട്ടുള്ള ആന്റിബോഡീസിന് ഇപ്പം ഹൈലി പോസിറ്റീവ് ആണെന്ന് പറയുന്നത്, ഇൻ അബൌട്ട് 85% പേരില്. പിന്നെ 92% പേരില് ആന്റി സിങ്ക് T8, സിങ്ക് ട്രാൻസ്പോർട്ടറിനെതിരെയുള്ള ആന്റിബോഡീസ് ഇപ്പം പോസിറ്റീവ് ആവുന്നുണ്ട്. അതാണ് ആന്റിബോഡി ഡിറ്റക്ഷൻ. അതും കഴിഞ്ഞു, ആ ടെസ്റ്റും കഴിഞ്ഞു. അടുത്താണ് C പെപ്റ്റൈഡ്. എന്തോ ഞാൻ നേരത്തെ പറഞ്ഞായിരുന്നു, ഇൻസുലിനെ ആക്ടിവേറ്റ് ചെയ്യണമെങ്കിൽ ആ C പെപ്റ്റൈഡ് അത് ബ്രേക്ക് ചെയ്യണം. അപ്പൊ ഫ്രീ C പെപ്റ്റൈഡ് അളവ് കൂടും. നമ്മൾ ആലോചിച്ച് നോക്കി, ആരിലായിരിക്കും C പെപ്റ്റൈഡ് അളവ് കൂടുതൽ? ടൈപ്പ് 1 ടൈപ്പ് 2 ടൈപ്പ് 1 ഇൻസുലിൻ ഇല്ലല്ലോ, അപ്പൊ അവിടെ കാണുമോ C പെപ്റ്റൈഡ്? ഇല്ല. ടൈപ്പ് 2 ഇൻസുലിൻ ഇഷ്ടം പോലെ ഉണ്ട്, അതുകൊണ്ട് തന്നെ C പെപ്റ്റൈഡ് അളവും കൂടത്തില്ലേ. അപ്പൊ അതൊരു ഇമ്പോർട്ടന്റ് ഡിഫറൻഷിയേഷൻ സഹായിക്കുന്ന ഒരാളാണ് C പെപ്റ്റൈഡ്, കേട്ടോ. ഇനി വേറൊരു കാര്യം പറയാം, നമ്മൾ എക്സോജീനസ് ആയിട്ട് ഇൻസുലിൻ കൊടുക്കുവാണ്. ടൈപ്പ് 1 ആൾക്കാർക്ക് നമ്മൾ പുറമെ ഇൻസുലിൻ കുത്തുമല്ലേ. അപ്പൊ പുറമെ അങ്ങനെ ഇൻസുലിൻ കുത്തുമ്പോൾ എന്താ, അപ്പൊ ഇൻസുലിന്റെ അളവ് കൂടിപ്പോയി ഓവർഡോസ് ആയി കഴിയുമ്പോൾ C പെപ്റ്റൈഡ് അളവ് കൂടും, ഫ്രീ C പെപ്റ്റൈഡ് ബ്ലഡിൽ കൂടും. ഓക്കെ, ഇനിയിപ്പോ അയാൾക്ക് ഒരു ഇൻസുലിനോമ അല്ലെ, ഇൻസുലിനോമാസ് എന്ന് പറയുമ്പോൾ പാൻക്രിയാസിന്റെ ട്യൂമർ ആണ്. അങ്ങനെ ട്യൂമർ ഉള്ള ആൾക്കും ഈ ഇൻസുലിന്റെ അളവ് കൂടുതലല്ലോ, അങ്ങനെ C പെപ്റ്റൈഡ് കൂടും. അപ്പൊ അതൊരു ഫ്രീ C പെപ്റ്റൈഡ് നമുക്ക് എക്സോജീനസ് കൊണ്ടാണോ എൻഡോജീനസ് കൊണ്ടുള്ള C പെപ്റ്റൈഡ് ആണെന്ന് ഐഡന്റിഫൈ ചെയ്യാൻ പറ്റും. അതാണ് ഒരു കാര്യം. മൂന്നാമത്തെ കാര്യം എന്ന് പറയുമ്പോൾ ടൈപ്പ് 1നെയും ടൈപ്പ് 2നെയും ഡിഫറൻഷിയേറ്റ് ചെയ്യാൻ സഹായിക്കും. ടൈപ്പ് 2 ഭയങ്കര ഹൈ ആയിരിക്കും, ടൈപ്പ് 1 വെരി ലോ, അല്ലെ കാണത്തില്ല. ഓക്കെ, പിന്നെ അതുപോലെ ഹൈപ്പോഗ്ലൈസീമിയ എന്ന് വെച്ചാൽ എന്തുവാ, ഭയങ്കരമായിട്ട് ഗ്ലൂക്കോസ് കുറഞ്ഞു, ഇൻസുലിൻ കൂടി നിൽക്കുന്നു. ഓക്കെ, ഇൻസുലിൻ കൂടുമ്പോൾ അതിന്റെ അർത്ഥം വീണ്ടും C പെപ്റ്റൈഡ് കൂടുമല്ലോ. അപ്പം സ്പോണ്ടേനിയസ് ഹൈപ്പോഗ്ലൈസീമിയ ഡിറ്റക്ട് ചെയ്യാൻ നമ്മൾ C പെപ്റ്റൈഡ് യൂസ് ചെയ്യും. ഓക്കെ, അപ്പൊ അതൊരു ടെസ്റ്റ്. അതിന് പറയണ്ടല്ലോ, മനസ്സിലായില്ലേ? എക്സോജീനസ് ആയിട്ടുള്ളതും എൻഡോജീനസ് ആണ് ഇൻസുലിനോമ ട്യൂമർ, പാൻക്രിയാറ്റിക് ട്യൂമർ. ഓക്കെ, ഇനി യൂറിൻ പ്രോട്ടീൻ, അടുത്ത ടെസ്റ്റ്. യൂറിൻ പ്രോട്ടീൻ എന്ന് പറയുമ്പോൾ അത്ര ഇമ്പോർട്ടന്റ് ഒന്നും അല്ല. ഡിപ്സ്റ്റിക്, ഡിപ്സ്റ്റിക്സ് കാണിച്ചില്ലേ, അത് വെച്ചിട്ട് നമുക്ക് ആൽബുമിൻ ഡിറ്റക്ട് ചെയ്യാം. പക്ഷെ ആൽബുമിൻ ഡിറ്റക്റ്റബിൾ ആവണമെങ്കിൽ മിനിമം യൂറിനകത്ത് മോർ ദാൻ 300 mg/L എങ്കിലും വേണം, എങ്കിൽ മാത്രമേ നമുക്ക് ഡിറ്റക്ട് ചെയ്യാൻ പറ്റുള്ളൂ. സാധാ യൂണിവേഴ്സൽ ഡിപ്സ്റ്റിക് വെച്ചിട്ട്. അല്ലെങ്കിൽ നമ്മൾ വല്ല സ്പെസിഫിക് ആൽബുമിൻ ഡിപ്സ്റ്റിക്സ് യൂസ് ചെയ്യണം. ഇല്ല, ഓക്കെ ആണല്ലോ. അതാണ് യൂറിൻ പ്രോട്ടീൻ. ഓക്കെ, അപ്പൊ ടെസ്റ്റ് മൊത്തം കഴിഞ്ഞു. ഒന്നുകൂടെ പറയണോ? ഓക്കെ, ഹെഡിങ് മാത്രമാണ് പറയാം. യൂറിൻ ഗ്ലൂക്കോസ് നോക്കും, ഇതാണ് ഏറ്റവും റിലയബിൾ ബ്ലഡ് ഗ്ലൂക്കോസ്. ഓക്കെ, അതിനകത്ത് 3 കാര്യമാണ് WHO പറഞ്ഞത്: ഗ്ലൂക്കോസ് ടോളറൻസ്, പ്ലാസ്മ ഗ്ലൂക്കോസ്, ഗ്ലൂക്കോസ് ടോളറൻസ്, FBS, HbA1c. കൺഫേം ചെയ്യണം, പ്രീ ഡയബറ്റീസ് അറിയാനും. CGM ചെയ്യാം, യൂറിൻ ബ്ലഡ് കീറ്റോൺ, പിന്നെ പറഞ്ഞത് HbA1c, അതും റിലയബിൾ ആണ്. ഓക്കെ, പിന്നെ ഐലറ്റ് ആന്റിബോഡീസ്, ഓട്ടോ ആന്റിബോഡീസ് നോക്കുന്നത് ടൈപ്പ് 1 ആണോന്ന് അറിയാം. C പെപ്റ്റൈഡ്, യൂറിൻ പ്രോട്ടീൻ, ഇത്രയാണ് ഇൻവെസ്റ്റിഗേഷൻസ്. ഓക്കെ, ഞാനൊരു കാര്യം, ഇതിനകത്ത് വരാഞ്ഞാന്ന് തോന്നുന്നു ഫോട്ടോ ആഡ് ചെയ്തപ്പോ.
പക്ഷെ ഞാൻ ഫോട്ടോസിലുണ്ടായിരുന്നു. ഓക്കെ, ഡയഗ്നോസിസ് എങ്ങനെയാന്ന് വെച്ചാൽ അതനുസരിച്ച് നമ്മൾ ട്രീറ്റ്മെന്റ് കൊടുക്കും, അത്രേ ഉള്ളൂ കേട്ടോ. ഡയഗ്നോസിസ് ഓഫ് ഡയബറ്റീസ് അപ്പൊ നോർമൽ ആണെങ്കിൽ നോർമൽ, പ്രീ ഡയബറ്റീസ് ആണ് അത് പറയുന്ന ഡയഗ്നോസിൽ, അല്ലെങ്കിൽ ടൈപ്പ് 1 ആണോ ടൈപ്പ് 2 ആണോ അത്. ഓക്കെ, ടൈപ്പ് 1 ആണെങ്കിൽ ട്രീറ്റ്മെന്റ് ഇൻസുലിൻ ആയിരിക്കും, ടൈപ്പ് 2 എന്താണോ അതനുസരിച്ചിട്ട് മെറ്റ്ഫോർമിൻ ആയിരിക്കും ആദ്യം കൊടുക്കുന്ന സിംഗിൾ തെറാപ്പി. ട്രീറ്റ്മെന്റ് ലാസ്റ്റ് പറയും കേട്ടോ. ഓക്കെ, ഇനി നമുക്ക് വേറെ കുറച്ച് കാര്യങ്ങളുണ്ട്. ഇനി എത്തിയോളജി ക്ലാസിഫിക്കേഷൻ ഓഫ് ഡയബറ്റീസ്. ടൈപ്പ് 1 ഞാൻ പറഞ്ഞു, ടൈപ്പ് 2 ഞാൻ പറഞ്ഞു കഴിഞ്ഞു. ഓക്കെ, ഇനി ചില അതർ ടൈപ്സ് ഓഫ് ഡയബറ്റീസ് മെലിറ്റസ് ഉണ്ട്. ബി സെൽ ഫംഗ്ഷൻ, ബീറ്റാ സെൽ ഫംഗ്ഷൻ, ഇതിങ്ങനെ അങ്ങ് വായിച്ചു പോകാനേ ഉള്ളൂ, വേറെ ഒന്നും ഇല്ല. പിന്നെ ഇൻസുലിന്റെ ആക്ഷൻ കാരണം ഉണ്ടാകുന്ന കുറച്ച് ഇൻസുലിൻ ആക്ഷന്റെ ഡിഫക്ട്സ്, അല്ല പാൻക്രിയാറ്റിക് ഡിസീസ്, പാൻക്രിയാറ്റൈറ്റിസ്, സിസ്റ്റിക് ഫൈബ്രോസിസ്. പിന്നെ എക്സസ് ആയിട്ട് എൻഡോജീനിയസ് പ്രൊഡക്ഷൻ ഓഫ് ഹോർമോണൽ ആന്റഗോണിസ്റ്റ് ടു ഇൻസുലിൻ. ഈ എന്ന് വെച്ചാല് ഇൻസുലിനെതിരായിട്ട് കുറച്ച് വേറെ ഹോർമോൺസ്, അക്രോമെഗാലിനാണ് ഗ്രോത്ത് ഹോർമോൺ, കുഷിങ്സിനാണ് ഗ്ലൂക്കോകോർട്ടിക്കോയിഡ്സിന്റെ ആക്ഷൻ, അങ്ങനെ കുറച്ച് തൈറോയ്ഡ് ഹോർമോൺസിനകത്ത് തൈറോടോക്സിക്കോസിസ്, അത് ഇൻസുലിനെതിരായിട്ട് ആക്ട് ചെയ്യുന്നു. ഓക്കെ, പിന്നെ ഡ്രഗ് ഇൻഡ്യൂസ്ഡ് ആയിട്ട് ഡയബറ്റീസ് വരാം, ഗ്ലൂക്കോകോർട്ടിക്കോയിഡ്സ്, തൈസൈഡ്സ്, ഡയൂറിറ്റിക്സ്, ഫെനറ്റോയിൻ. ഇത് പഠിക്കണേ, ഡ്രഗ്സ് കോസിങ് ഡയബറ്റീസ്. പിന്നെ ഇമ്മ്യൂൺ മീഡിയേറ്റഡ് ആവാം, ഇപ്പെക്സ് സിൻഡ്രോം. പിന്നെ വേറെ കണ്ടീഷൻസ്, നമ്മൾ ടേണേഴ്സിനും ക്ലൈൻഫിൽറ്റേഴ്സിനകത്തൊക്കെ ഡയബറ്റീസ് ഉണ്ടാവുന്ന പറഞ്ഞില്ലേ, ഡൗൺസ്, അങ്ങനത്തെ കുറച്ച് കാര്യം, വേറെ ഒന്നുമില്ല. പിന്നെ ജെസ്റ്റേഷണൽ ഡയബറ്റീസ്, 3rd ട്രൈമസ്റ്ററിൽ ഉണ്ടാകുന്ന ഡയബറ്റീസ്. ഓക്കെ, വേറെ ഒന്നുമില്ല. ഇനി നമുക്ക് ട്രീറ്റ്മെന്റ് കൂടെ പറയാനുള്ളൂ, വേറെ ഒന്നും പറയാനില്ല. പിന്നെ ഒരു MODY ഞാൻ വിട്ടില്ല ഇടയ്ക്ക്, അത് 2 കാര്യങ്ങളൂടെ ഉള്ളൂ. ഇതുവരെ പറഞ്ഞൊക്കെ മനസ്സിലായില്ലേ? എന്തെങ്കിലും പറയണോ? ഓക്കെ, ഇനി ടൈപ്പ് 1 ടൈപ്പ് 2 ഡിഫറൻസ്. ഓക്കെ, ഞാൻ പറഞ്ഞ സെയിം കാര്യം, വേറെ ഒന്നും ഇല്ല. ടൈപ്പ് 1 ഞാൻ പറഞ്ഞില്ലേ, 30 വയസ്സ് താഴെ 40 ഇയേഴ്സിന് താഴെ ഉള്ളവർക്കാണ് ടൈപ്പ് 1 ഉണ്ടാകുന്നത്. ടൈപ്പ് 2 എന്ന് പറയുമ്പോൾ 50 ഇയേഴ്സ് കഴിഞ്ഞിട്ട്. ഡ്യൂറേഷൻ ഓഫ് സിംറ്റംസ്, ടൈപ്പ് 1 ഞാൻ പറഞ്ഞു ഓവേർട്ട് ടൈപ്പ് 1 ആണെന്ന്, പെട്ടെന്ന് തന്നെ സിംറ്റംസ് പ്രൊഡ്യൂസ്, തീരെ ഇൻസുലിൻ ഇല്ല, അപ്പം വിത്തിൻ വീക്സ് സിംറ്റംസ് പ്രൊഡ്യൂസ് ചെയ്യും. പക്ഷേ ടൈപ്പ് 2ന്റെ ഇൻസിഡിയസ് ഓൺസെറ്റ് ആണെന്ന് പറഞ്ഞു, പതുക്കെ സിംറ്റംസ് കുറെ നാളെടുത്ത് കഴിഞ്ഞ് വരും, ഇൻസിഡിയസ് ഓൺസെറ്റ്. അപ്പം വിത്തിൻ മന്ത്സ് ടു ഇയേഴ്സ് ആയിരിക്കും സിംറ്റംസ് ഡെവലപ്പ് ചെയ്യുന്നത്. ഇനി ബോഡി വെയിറ്റ്, ടൈപ്പ് 1 നോർമൽ ലോ വെയിറ്റ്, അത് ഡിപെൻഡ് ചെയ്യും. പക്ഷേ ടൈപ്പ് 2 ഒബേസ് ആയിരിക്കും പേഷ്യന്റ്, കാരണം ഒബേസ് ഉള്ളവർക്കാണല്ലോ ടൈപ്പ് 2 വരുന്നത്. പിന്നെ കീറ്റോണിയൂറിയ ടൈപ്പ് 1 കാണും, ടൈപ്പ് 2 ഞാൻ പറഞ്ഞില്ല, ഡയബറ്റിക് കീറ്റോആസിഡോസിസ് സെൽഡം ഒക്കേഴ്സ് എന്ന് പറഞ്ഞില്ലായിരുന്നു, അതുകൊണ്ടാണ് കീറ്റോണിയൂറിയ ഇവർക്ക് അങ്ങനെ കാണാൻ സാധ്യത കുറവ്. ഓക്കെ, പിന്നെ റാപ്പിഡ് ഡെത്ത് വിത്തൗട്ട് ട്രീറ്റ്മെന്റ് വിത്ത് ഇൻസുലിൻ, ഡയബറ്റിക് കീറ്റോആസിഡോസിസ് ഉണ്ടായി കഴിഞ്ഞാൽ നമ്മൾ അപ്പം തന്നെ ടൈപ്പ് 1 ട്രീറ്റ്മെന്റ് എടുക്കണം, അല്ലെ ഡെത്ത് ഉണ്ടാവും. അതുപോലെ ടൈപ്പ് 1 നമ്മൾ പെട്ടെന്ന് തന്നെ ഇൻസുലിൻ ട്രീറ്റ്മെന്റ് സ്റ്റാർട്ട് ചെയ്യണം. ഓക്കെ, പക്ഷെ ഇതിൽ അങ്ങനെ ഡെത്ത് ഒന്നും ഉണ്ടാകത്തില്ല ടൈപ്പ് 2. പിന്നെ ഓട്ടോ ആന്റിബോഡീസ് പോസിറ്റീവ് ആയിരിക്കും, മറ്റേ നെഗറ്റീവ് ആയിരിക്കും. ഡയബറ്റിക് കോംപ്ലിക്കേഷൻസ് അറ്റ് ഡയഗ്നോസിസ് നോ എന്ന് അവർ പറയുന്നത്. പക്ഷെ ഇതിൽ 25% ഇൻസിഡിയസ് ഓൺസെറ്റ് ഇല്ല. അപ്പൊ കുറെ കഴിഞ്ഞ എല്ലാം ടൈപ്പ് 2 ഡയബറ്റീസ് അയാളുടെ ബീറ്റാ സെൽസ് എല്ലാം നശിച്ചു പോയി കഴിഞ്ഞിട്ടായിരിക്കും പ്രസന്റ് ചെയ്യുന്നത് പേഷ്യന്റ്. അപ്പോഴേക്കും അയാൾക്ക് ചിലപ്പം നെഫ്രോപ്പതി ഒക്കെ വന്നു കഴിഞ്ഞ് കാണും, അല്ലെ വേറെ എന്തെങ്കിലും അകത്ത് തന്നെ വേറെ എന്തെങ്കിലും കണ്ടീഷൻസ് ഉണ്ടായി കഴിഞ്ഞിട്ടായിരിക്കും വരുന്നത്. അതാണ് ഉദ്ദേശിക്കുന്നത്. 25% വേറെ എന്തെങ്കിലും കോംപ്ലിക്കേഷൻസ് ആയി കഴിഞ്ഞിട്ടായിരിക്കും ടൈപ്പ് 2 വരുന്നത്. പക്ഷെ ടൈപ്പ് 1 അങ്ങനെയല്ല. ടൈപ്പ് 1 ഭയങ്കര ഓവേർട്ട് സിംറ്റംസ് ആയതുകൊണ്ട് തന്നെ പെട്ടെന്ന് തന്നെ ഡയഗ്നോസ് ചെയ്ത് ട്രീറ്റ്മെന്റ് തുടങ്ങാം. ഓക്കെ, പിന്നെ ഫാമിലി ഹിസ്റ്ററി ഓഫ് ഡയബറ്റീസ് ടൈപ്പ് 1 അങ്ങനെ അൺകോമൺ ആണ്. ടൈപ്പ് 2 ഫാമിലി ഹിസ്റ്ററി ഉണ്ട്, ഞാൻ പറയാൻ മറന്നുപോയി, ടൈപ്പ് 2 കേട്ടോ. പിന്നെ അതർ ഓട്ടോഇമ്യൂൺ ഡിസീസ്, ടൈപ്പ് 1 ഏതൊക്കെ ഓട്ടോഇമ്യൂൺ ഡിസീസ് ഞാൻ പറഞ്ഞു? തൈറോയിഡൈറ്റിസ് പറഞ്ഞു, സീലിയാക് ഡിസീസ് പറഞ്ഞു, ലൂപ്പസ്, വെറ്റിലിഗോ, ആഡിസൺസ്, ഇതൊക്കെ പറഞ്ഞു. പക്ഷെ ഇതിനകത്ത് അൺകോമൺ ആണ് ടൈപ്പ് 2. അത്രേ ഉള്ളൂ. അപ്പൊ അതാണ് അത്. ഇനി ഞാൻ മാനേജ്മെന്റ് പറയാം. ഓക്കെ, മാനേജ്മെന്റിന്റെ മേജർ എയിം എന്ന് പറയുന്നത് 2 എയിം ആണ്. ഒന്ന് എന്ന് പറയുന്നത് ഹൈപ്പർഗ്ലൈസിമിയ ആണല്ലോ ഉണ്ടാകുന്നത് രണ്ടുപേരിലും, ടൈപ്പ് 1 ആണെങ്കിലും ടൈപ്പ് 2 ആണെങ്കിലും. അപ്പൊ അത് മാറ്റുക. രണ്ടാമത്തെ എയിം എന്ന് പറയുന്നത് മൈക്രോ ആൻഡ് മാക്രോ വാസ്കുലർ കോംപ്ലിക്കേഷൻസ് മാറ്റുക. ഈ 2 എയിം ആണ് ഉള്ളത്. അപ്പൊ എന്താ കൊടുക്കുക? ഒന്നാമത്തെ നമ്മൾ പ്രൈമറി കമ്മ്യൂണിറ്റിയിൽ എപ്പോഴും പഠിപ്പിച്ചോളെ, പ്രൈമറി എന്താണ്? ഡയറ്ററി അല്ലെ ലൈഫ് സ്റ്റൈൽ മോഡിഫിക്കേഷൻസ്. കേൾക്കുന്നില്ലേ? ഹലോ, കേൾക്കുന്നുണ്ട്. ഇപ്പൊ തീരും. ഓക്കെ, അപ്പൊ പ്രൈമറി എന്ന് പറയുമ്പോൾ ഡയറ്ററി ലൈഫ് സ്റ്റൈൽ മോഡിഫിക്കേഷൻസ്. രണ്ടാമത്താണ് നമ്മൾ കൊടുക്കുന്ന ഡ്രഗ്സ്. മൂന്നാമത്തെ എന്ന് പറയുമ്പോൾ ഇൻജെക്ടഡ് തെറാപ്പീസ് ലൈക്ക് ഇൻസുലിൻ. ഓക്കെ, അപ്പൊ ആദ്യം ഞാൻ കുറച്ച് ഡ്രഗ്സിനെ പറ്റി പറയാം. ഡ്രഗ്സ് ഒക്കെ ഡീറ്റെയിൽ ആയിട്ട് വേറെ ആളെടുക്കും. ഇത് ഞാൻ ജസ്റ്റ് പറഞ്ഞു തന്നേ ഉള്ളൂ. അപ്പൊ നമ്മളുടെ ഇമ്പോർട്ടന്റ് ആയിട്ട് കൊടുക്കുന്ന ഒരു ട്രീറ്റ്മെന്റ് അറിയില്ല, ബേസൽ ഇൻസുലിൻ. ബേസൽ ഇൻസുലിൻ ആരാണ്?
ബേസൽ ഇൻസുലിൻ എന്ന് പറയുന്നത് ലോങ് ആക്ടിങ് ഇൻസുലിൻ ആണ് ബേസൽ ഇൻസുലിൻ എന്നുള്ള പേര് വന്നത്. ഓക്കെ, ലൈക് ഡെറ്റമിർ, ഗ്ലാർജിൻ ഒക്കെ നമ്മൾ പഠിച്ചിട്ടുണ്ടായിരുന്നു പണ്ട്, ഓർമ്മയുണ്ടോ ഫാമക്കില്? ഡെറ്റമിർ, ഗ്ലാർജിൻ ലോങ് ആക്ടിങ് ഇൻസുലിനാണ് ബേസൽ ഇൻസുലിൻ എന്ന് പറയുന്നത്. സാധാരണ ഡയബറ്റീസ് ഉള്ള ആൾക്കാർക്ക് ഇൻസുലിൻ തെറാപ്പി തുടങ്ങുമ്പോൾ ബേസൽ ഇൻസുലിൻ ആണ് കൊടുക്കുന്നത്, ലോങ് ആക്ടിങ് ഇൻസുലിൻ. പിന്നെ വേറെ ഓറൽ ആന്റി ഡയബറ്റിക് ഡ്രഗ്സ് എന്ന് പറയുന്നത് മെറ്റ്ഫോർമിൻ. മെറ്റ്ഫോർമിൻ എന്ന് പറയുന്ന ആള് ബിഗുവനൈഡ്സ് എന്ന് പറഞ്ഞ ക്ലാസിഫിക്കേഷനിൽ വരുന്നതാണ്. ഒരു മിനിറ്റ്. ഹലോ, ഞാൻ ഈ ഡ്രഗ്സിന്റെ ആക്ഷൻ എഴുതി വെച്ച പേജ് കാണാനില്ല, അതുകൊണ്ട് ഞാൻ മറന്നുപോയി. മെറ്റ്ഫോർമിൻ, ബിഗുവനൈഡ്സ്, അതെന്ന് പറയുമ്പോൾ ഏതോ ഒരു റിസപ്റ്ററിനെ ഇൻഹിബിറ്റ് ചെയ്യുന്ന കേട്ടോ, ഞാൻ മറന്നുപോയി. ഓക്കെ, പിന്നെ അത് വേറെ ആള് ക്ലാസ് വരുന്നുണ്ട്, അപ്പൊ അവർ പഠിപ്പിക്കും. സൾഫനൈൽ യൂറിയാസ് എന്ന് പറയുമ്പോൾ ഗ്ലിമിപ്പറൈഡ്, അതിന്റെ ക്ലാസ്സിൽ വരുന്നതാണ് സൾഫനൈൽ യൂറിയാസ്. ഞാൻ നേരത്തെ ബീറ്റാ സെൽസിനകത്ത് ഒരു പൊട്ടാഷ്യം ചാനൽ കാണിച്ചില്ലായിരുന്നോ? അവിടെ പോയിട്ട് ആക്ട് ചെയ്യുന്നതാണ് ഈ സൾഫനൈൽ യൂറിയാസ്. അതിനെ പോയിട്ട് ക്ലോസ് ചെയ്യാൻ സഹായിക്കും. ചിലർക്ക് പൊട്ടാഷ്യം ചാനൽ ഓപ്പൺ ആയിട്ട് തന്നെ ഇരിക്കും, അതുകൊണ്ട് മെംബ്രെയിൻ പൊട്ടൻഷ്യൽ ക്രിയേറ്റ് ചെയ്യത്തില്ല. അപ്പം സൾഫനൈൽ യൂറിയാസ് അവിടെ പോയി ആക്ട് ചെയ്യും. പിന്നെ അതുപോലെ തൈസോലിഡിൻ ഡയോൺസ്. ഈ തൈസോലിഡിൻ ഡയോൺസ് എന്ന് പറയുമ്പോൾ ഗ്ലിറ്റസോൺസ്. ഇതും ഇതൊക്കെയോ കുറച്ച് റിസപ്റ്റേഴ്സ്, ഇൻസുലിൻ സെക്രീറ്റ് ചെയ്യാനുള്ള റിസപ്റ്റേഴ്സിൽ ആക്ട് ചെയ്യുന്നതാണ് ഇവര്. പിന്നെ ഈ DPP4 ലൈക് സീറ്റാഗ്ലിപ്റ്റിൻ, സാക്സാഗ്ലിപ്റ്റിൻ ഒക്കെ നമ്മൾ പഠിച്ചിട്ടുണ്ട്. അത് റിസപ്റ്റേഴ്സിനൊക്കെ പോയിട്ട് ഇൻഹിബിറ്റ് ചെയ്യുന്നതാണ് ഇൻസുലിൻ റിലീസിനെ സഹായിക്കാൻ. പിന്നെ സോഡിയം ആൻഡ് ഗ്ലൂക്കോസ് ട്രാൻസ്പോർട്ടർ 2 ഇൻഹിബിറ്റർ, അതൊരു ഡ്രഗ് ആണ്. പിന്നെ ഗ്ലൂക്കോഗോൺ ലൈക് പെപ്റ്റൈഡ്. GLP ഞാൻ പറഞ്ഞില്ലായിരുന്നു, GLP ഇൻസുലിൻ റിലീസിന് സഹായിക്കുന്ന ആളാണെന്ന്, റെഗുലേറ്റ് ചെയ്യുന്ന GLP-1 റിസപ്റ്റർ അഗോണിസ്റ്റ്. ഓക്കെ, ഇതെന്ന് പറയുമ്പോൾ GLP എന്ന് പറയുന്ന ആൾ നമ്മുടെ ഇൻസുലിൻ സെക്രീറ്റ് ചെയ്യാൻ സഹായിക്കുന്ന ഒരാളാണ്. GLP, GABA ഒക്കെ ഇൻസുലിൻ റെഗുലേഷന് സഹായിക്കുന്ന ആളെന്ന് ഞാൻ പറഞ്ഞില്ലേ. അപ്പൊ അങ്ങനെ അതിന് കൊടുക്കുന്ന അതിന്റെ അഗോണിസ്റ്റ് നമ്മൾ കൊടുക്കും. അതൊക്കെയാണ് നമ്മൾ കൊടുക്കുന്ന കുറച്ച് കോമൺ ഡ്രഗ്സ്. ഓക്കെ, മെറ്റ്ഫോർമിൻ, സൾഫനൈൽ യൂറിയാസ്, തൈസോലിഡിൻ ഡയോൺസ്, DPP4 ഇൻഹിബിറ്റേഴ്സ്, SGLT2-1, പിന്നെ GLP-1 അതിന്റെ അഗോണിസ്റ്റ്. ഇത്രയും ഡ്രഗ്സ് ആണ് നമ്മൾ കൊടുക്കുന്നത്. പിന്നെ ബേസൽ ഇൻസുലിൻ. ഈ പറഞ്ഞതിനകത്ത് സൾഫനൈൽ യൂറിയാസിനും ഇൻസുലിനുമാണ് ഏറ്റവും റിസ്ക് ഓഫ് ഹൈപ്പോഗ്ലൈസീമിയ ഉള്ളത്. ബാക്കി ഒന്നിനും, മെറ്റ്ഫോർമിൻ ഉൾപ്പെടെ ഹൈപ്പോഗ്ലൈസീമിയുടെ ഒരു റിസ്കും ഇല്ല. പക്ഷെ സൾഫനൈൽ യൂറിയാസിനും ഇൻസുലിനും ഹൈ റിസ്ക് ഫോർ ഹൈപ്പോഗ്ലൈസീമിയാണ്. ഓക്കെ ആണല്ലോ? നമുക്ക് ട്രീറ്റ്മെന്റ് പറയാം. ട്രീറ്റ്മെന്റ് തുടങ്ങുവാണ്. ട്രീറ്റ്മെന്റ് സിമ്പിളാ, ടെക്സ്റ്റിനകത്ത് പറയട്ടെ. അപ്പൊ ഏതൊരാൾക്കും, അപ്പൊ ആദ്യം നമ്മൾക്ക് അയാളോട് പ്രൈമറി മാനേജ്മെന്റ് ഒക്കെ ചെയ്ത് നോക്കാൻ പറയാം. ഹെൽത്തി ഈറ്റിംഗ്, വെയിറ്റ് കൺട്രോൾ, ഫിസിക്കൽ ആക്ടിവിറ്റി ഒക്കെ കൂട്ടിയിട്ട് ഡയബറ്റീസ് കൺട്രോൾ ആവുന്നോ ഇല്ലയോ നോക്കാം. എന്നിട്ട് ട്രീറ്റ്മെന്റ് സ്റ്റാർട്ട് ചെയ്താൽ മതി. അങ്ങനെയാണ് പുറത്തുള്ള നാട്ടിൽ ചെയ്യുന്നത്. പക്ഷെ നമ്മുടെ നാട്ടിൽ അങ്ങനെയല്ല. ഡയബറ്റീസ് ഡിറ്റക്ട് ചെയ്തോ അപ്പോൾ ട്രീറ്റ്മെന്റ് സ്റ്റാർട്ട് ചെയ്യുക, വെയിറ്റ് ചെയ്തൊന്നുമില്ല. ഓക്കെ, അപ്പൊ മെറ്റ്ഫോർമിൻ ആണ് നമ്മൾ ആദ്യം കൊടുക്കുന്നത്. സിംഗിൾ തെറാപ്പിയാണ്. മെറ്റ്ഫോർമിൻ ആണ് ആദ്യം എല്ലാ പേഷ്യന്റിനും ആദ്യം കൊടുക്കുന്നത്. മെറ്റ്ഫോർമിൻ ആണ് സിംഗിൾ തെറാപ്പി, മോണോതെറാപ്പി. അപ്പൊ അതിന്റെ എഫിക്കസി എന്ന് പറയുന്നത് വെരി ഹൈ. പിന്നെ ഹൈപ്പോഗ്ലൈസീമിയുടെ റിസ്ക് തീരെയില്ല. മെറ്റ്ഫോർമിൻ ഞാൻ പറഞ്ഞില്ല, അതിന് ഹൈപ്പോഗ്ലൈസീമിയുടെ റിസ്ക് ഇല്ല. ആർക്കാ ഉള്ളത്? ബേസൽ ഇൻസുലിനും സൾഫനൈൽ യൂറിയാസിനുമാണ്. മെറ്റ്ഫോർമിൻ പക്ഷെ അങ്ങനെ ഹൈപ്പോഗ്ലൈസീമിയ ഉണ്ടാവും എന്നുള്ളൊരു പേടിയൊന്നും വേണ്ട. പിന്നെ വെയിറ്റ് എന്ന് പറയുമ്പോൾ ഒരു ന്യൂട്രൽ, ചിലർക്ക് വെയിറ്റ് ലോസ് ഉണ്ടാവും, അല്ലെങ്കിൽ ന്യൂട്രൽ തന്നെ നിൽക്കും. സൈഡ് എഫക്ട്സ് എന്ന് പറയുമ്പോൾ ലാക്റ്റിക് ആസിഡോസിസ്, കോസ്റ്റ് ലോ. മെറ്റ്ഫോർമിൻ ആണ് ഏറ്റവും ആപ്റ്റ് ഡ്രഗ് ഫോർ ഡയബറ്റീസ് ഇനീഷ്യൽ മോണോതെറാപ്പിക്ക്. ഓക്കെ ആണല്ലോ? ഇനി നമ്മൾ മെറ്റ്ഫോർമിൻ കൊടുത്തു കഴിഞ്ഞിട്ട് നമ്മൾ HbA1c നോക്കുവാണ് 3 മാസത്തിന് ശേഷം. പക്ഷെ ബ്ലഡ് ഗ്ലൂക്കോസിനൊന്നും മാറ്റില്ല, HbA1c കൂടി നിൽക്കും, മോർ ദാൻ 6.7. അപ്പൊ നമ്മൾ എന്ത് ചെയ്യും? ഇത് മാറ്റിയിട്ട് ഡുവൽ തെറാപ്പി തുടങ്ങും. ഓക്കെ, ഡുവൽ തെറാപ്പി എന്ന് പറയുമ്പോൾ ഒന്നുമില്ല, ഈ മെറ്റ്ഫോർമിന്റെ കൂടെ ഞാൻ ഈ പറഞ്ഞ നേരത്തെ പറഞ്ഞില്ലേ, സൾഫനൈൽ യൂറിയ, തൈസോലിഡിൻ ഡയോൺസ്, ഈ പറഞ്ഞ ഇതിനകത്തെ ആരെങ്കിലും ഒരാളെയും കൂടെ ചേർക്കുക. അന്ന് നമ്മൾ ചേർത്തിട്ട് നോക്കണം. അയാൾക്ക് 3 മാസം കഴിഞ്ഞ് HbA1c നോക്കണം. അയാൾക്ക് കൺട്രോൾ ആവുന്നുണ്ടെങ്കിൽ അത് കണ്ടിന്യൂ ചെയ്യുക. കൺട്രോൾ ആയില്ലെങ്കിൽ ഡ്രഗ് മാറ്റി നോക്കുക. എന്താണെങ്കിലും ഒരു കാര്യം, ഡുവൽ തെറാപ്പിയാണ്. ഏതിൽ 2 എണ്ണം. മെറ്റ്ഫോർമിൻ ഷുവർ ആണ്, അത് അതിന്റെ കൂടെ വേറെ ഒരാളൂടെ കൊടുക്കും. അതാണ് ഡുവൽ തെറാപ്പി. അപ്പൊ ഈ പറഞ്ഞതിനകത്ത് ഏത് 2 പേർക്ക് ഹൈപ്പോഗ്ലൈസീമിയുടെ റിസ്ക്? സൾഫനൈൽ യൂറിയാസിനും ബേസൽ ഇൻസുലിനും. അപ്പൊ അത് ശ്രദ്ധിക്കാൻ പറയണം. ഓക്കെ,
ആ പേഷ്യനോട് പറയണം ഈ ഡ്രഗ്സ് ഇൻസുലിനും സൾഫനലിലും എടുക്കുന്ന പേഷ്യനാണ് പറയണം പോക്കറ്റിനകത്തൊക്കെ എന്തെങ്കിലും മധുരമൊക്കെ ഇട്ടുകൊണ്ട് നടക്കാൻ പറയണം. അതാണ് ഡുവൽ തെറാപ്പി. എന്നിട്ട് നമ്മൾ ഇതൊക്കെ കൊടുത്തിട്ടും അയാൾക്ക് HbA1c മാറുന്നില്ല, സെയിം ആ ലെവലിൽ തന്നെ നിൽക്കുകയാണെങ്കിൽ ട്രിപ്പിൾ തെറാപ്പി തുടങ്ങും. ട്രിപ്പിൾ തെറാപ്പി ഒന്നുമില്ല, സെയിം ഇത് തന്നെ, മെറ്റ്ഫോർമിൻ പ്ലസ് സൾഫനലിയൂറിയ അല്ലെങ്കിൽ ഇതിനകത്ത് ഏതിലേറും അങ്ങനെ മാറ്റി കൊടുക്കും. പക്ഷെ മെറ്റ്ഫോർമിൻ ഉറപ്പായിട്ടുണ്ട്. മറ്റേത് രണ്ടും നമുക്ക് മാറ്റി നോക്കാം ഏതാണ് പേഷ്യന്റിന് ആപ്റ്റ്. പേഷ്യന്റ് ആപ്റ്റ് എന്ന് പറയുമ്പോൾ നമ്മൾ ഈ 3 റീസൺസ് നോക്കും: എഫിക്കസി, ഹൈപ്പോഗ്ലൈസീമിയ റിസ്ക്, വെയിറ്റ്, സൈഡ് എഫക്ട്സ്, കോസ്റ്റ്. ഇത് ഇത്രയും വെച്ചിട്ടാണ് പേഷ്യന്റ് നമ്മൾ ഇത് ഡിപ്പെൻഡ് ചെയ്തിട്ടാണ് കൊടുക്കുന്നത് കേട്ടോ. ട്രിപ്പിൾ തെറാപ്പി ആണെങ്കിലും ഡുവൽ തെറാപ്പി ആണെങ്കിലും. അപ്പൊ അത് അതിന്റെ പേര് പഠിക്കണം, വേറെ ഒന്നും മനസ്സിലാവും. ഓക്കെ, ഇനി എന്നിട്ടും HbA1c നോക്കിയിട്ട് മാറുന്നില്ലെങ്കിൽ നമ്മൾ എന്ത് ചെയ്യും? കോമ്പിനേഷൻ ഇൻജെക്റ്റബിൾ തെറാപ്പി സ്റ്റാർട്ട് ചെയ്യും. അതിനകത്ത് മെറ്റ്ഫോർമിന്റെ ഒപ്പം തന്നെ ബേസൽ ഇൻസുലിൻ. ബേസൽ ഇൻസുലിൻ എന്ന് പറയുമ്പോൾ ആരാ വായിക്കോട്ടെ ഇടുന്നത്? ബേസൽ ഇൻസുലിൻ എന്ന് പറയുന്നത് എന്താ? ലോങ് ആക്ടിങ് ഇൻസുലിൻ. മ്യൂട്ട് ചെയ്തിട്ട് വായിക്കോട്ടെ ഇട്ടൂടെ? മീൽ ടൈം ഇൻസുലിൻ. ഞാൻ മീറ്റിംഗ് ഇപ്പൊ ജോയിൻ ചെയ്തേ ഉള്ളൂ. നിങ്ങൾ എന്തൊക്കെയാ പറയുന്നത്? ഓക്കെ, ഇപ്പം ലാസ്റ്റ് എന്ന് പറയുന്നത് കോമ്പിനേഷൻ ഇൻജെക്റ്റബിൾ തെറാപ്പി, മെറ്റ്ഫോർമിൻ പ്ലസ് ബേസൽ ഇൻസുലിൻ പ്ലസ് മീൽ ടൈം ഇൻസുലിൻ ഓർ GLP. ഇതാണ് കോമ്പിനേഷൻ. മീൽ ടൈം ഇൻസുലിൻ എന്ന് പറയുമ്പോഴേ ഫാസ്റ്റ് അല്ലെങ്കിൽ ഒന്നെങ്കിൽ അത് ലോങ് ആക്ടിങ് ആവും, അല്ലെങ്കിൽ ഇന്റർമീഡിയറ്റ് ആവും, ഷോർട്ട് ആക്ടിങ് ആവും. അപ്പൊ നമ്മൾ ബിഫോർ ഫുഡും ആഫ്റ്റർ ഫുഡും കൊടുക്കുന്നതാണ് മീൽ ടൈം ഇൻസുലിൻ. ഓക്കെ, അപ്പൊ അത് ഏത് വേണേലും ആവും, ഷോർട്ട് ആക്ടിങ് ആവും, ലോങ് ആക്ടിങ്, നമുക്ക് അത് ഡിപ്പെൻഡ് ചെയ്ത് കൊടുക്കാം. അത് ഡ്രഗ്സിൽ പഠിപ്പിക്കും. ഇനി അല്ലെങ്കിൽ നമുക്ക് GLP-1 റിസപ്റ്റർ അഗോണിസ്റ്റ്. GLP ആരാന്ന് ഞാൻ പറഞ്ഞില്ല, ആ ഇൻസുലിനെ റെഗുലേറ്റ് ചെയ്യുന്ന ഒരാളാണ് GLP. അപ്പൊ ആണെങ്കിൽ അതും കൊടുക്കാം, അതിന്റെ റിസപ്റ്റർ അഗോണിസ്റ്റ്. ഇൻസുലിൻ എടുക്കാൻ താല്പര്യമില്ലെങ്കിൽ, മീൽ ടൈം ഇൻസുലിൻ എടുക്കാൻ താല്പര്യമില്ലെങ്കിൽ. അപ്പൊ ഇത്രയാണ് ട്രീറ്റ്മെന്റ്. കഴിഞ്ഞു. ഇനി ഞാൻ ഹെൽത്തി ഈറ്റിങ്ങിനെ പറ്റി അതിനകത്ത് കുറച്ച് പറഞ്ഞിട്ടുള്ളതുകൊണ്ട് പറയാം. ഒന്നുമില്ല, ഇത് വേണം നിങ്ങൾ പോയി വായിച്ചാലും മതി, കുറെ ഉണ്ട്. ഒന്ന് കാലറി ഡെഫിസിറ്റ് വാച്ച് ചെയ്യണം, ഹെൽത്തി ഈറ്റിംഗ്, വെയിറ്റ് ലോസ്. ഇത് മൂന്നാണ് ഇമ്പോർട്ടന്റ്. ഹെൽത്ത് ഈറ്റിംഗ് എന്ന് പറയുമ്പോൾ കുറെ ഡയറ്റ് ഒക്കെ ഇറങ്ങിയിട്ടുണ്ട്. ഇപ്പൊ മെഡിറ്ററേനിയൻ ഡയറ്റ്, ലോ ഗ്ലൈസീമിക് ഇൻഡെക്സ് ഡയറ്റ്. അവരുടെ എയിം എന്ന് പറയുമ്പോൾ 50% താഴെ പാടുള്ളൂ അതിനകത്ത് കാർബോഹൈഡ്രേറ്റ്സ്. ഷുഗർ എന്ന് പറയുമ്പോൾ 10% അത്രേ പാടുള്ളൂ. അങ്ങനെ അത് വരുന്ന ഡയറ്റ്സ് ആണ് ഈ മെഡിറ്ററേനിയൻ ഡയറ്റും ലോ ഗ്ലൈസീമിക് ഇൻഡെക്സ് ഡയറ്റും. ഈ HbA1c അളവ് ഇംപ്രൂവ് ചെയ്യാൻ നല്ലതാണെന്ന് പറയുന്നത് ഡയബറ്റീസ് ഉള്ളവർക്ക്. പിന്നെ ബസ്മതി റൈസ്, സ്പാഗറ്റി, പോറിഷ് നൂഡിൽസ്, അതൊക്കെ ഈ പോസ്റ്റ് പ്രാൻഡിയൽ ബ്ലഡ് ഗ്ലൂക്കോസ് കുറയ്ക്കുന്ന സാധനമാണ്, പോസ്റ്റ് പ്രാൻഡിയൽ ബ്ലഡ് ഗ്ലൂക്കോസ്. ഓക്കെ, പിന്നെ ഫാറ്റിനെ പറ്റി പറയുകയാണെങ്കിൽ 3% എനർജി ഗിവിംഗ് ഫാറ്റ് യൂസ് ചെയ്യാൻ പാടുള്ളൂ. പിന്നെ 11% മാത്രമേ പോളി അൺസാച്ചുറേറ്റഡ് ഫാറ്റ് ഇൻക്ലൂഡ് ചെയ്യാൻ പാടുള്ളൂ ഡയറ്റിൽ. ഓക്കെ, കാരണം എന്താന്ന് വെച്ചാൽ അതൊക്കെ കാർഡിയോവാസ്കുലർ ഡിസീസ് ഉണ്ടാക്കാനുള്ള ചാൻസ് കൊടുക്കുക. അയാൾക്ക് ഹൈപ്പർ ലിപ്പിഡീമിയ കൂടെ ഒക്കെ ഉണ്ടെങ്കിൽ, ഹൈപ്പർ ലിപ്പിഡീമിയ ഡയബറ്റീസും കൂടെ ഒക്കെ ഉണ്ടെങ്കിൽ CVD വരും. അതുകൊണ്ട് നമ്മൾ ശ്രദ്ധിക്കണം. സോൾട്ട് എന്ന് പറയുമ്പോൾ less than 6 grams ഡെയിലി. വെയിറ്റ് മാനേജ്മെന്റ് എന്ന് പറയുമ്പോൾ ഒബേസിറ്റി, ഒന്നെങ്കിൽ വെയിറ്റ് ലോസ് വഴി തടി കുറയ്ക്കുക, അത് പറ്റാത്തവർക്ക് ഫാർമക്കോ തെറാപ്പി കൊടുക്കുക, അതും പറ്റാത്തവർക്ക് സർജറി. ഓക്കെ, എക്സസൈസ് എന്ന് പറയുമ്പോൾ അയാളോട് പറയണം സെഡൻറ്ററി ടൈം കുറയ്ക്കണം. സെഡൻറ്ററി ടൈം വെറുതെ ഇരിക്കുന്ന സമയം കുറയ്ക്കണം. അവര് പറയുന്നത് വെച്ചാൽ 90 മിനിറ്റ്സിന് കൂടുതൽ നമ്മൾ വെറുതെ ഇരിക്കരുതെന്നാ ഷുഗർ ഉള്ളവര്. അവരെന്തെങ്കിലും ഒക്കെ ചെയ്തോണ്ടിരിക്കണം ജോലി, വാക്കിംഗ്, ഗാർഡനിങ്, പിന്നെ സ്വിമ്മിങ്, സൈക്ലിംഗ്, അതൊക്കെ. ഓക്കെ, പിന്നെ ടൈപ്പ് 1 എക്സസൈസ് ചെയ്യാൻ ഭയങ്കര പേടിയാണ്, കാരണം ഹൈപ്പോഗ്ലൈസീമിയ അടിച്ചാലോ എന്ന് പേടിയാണ്. പക്ഷെ അങ്ങനെ ഉള്ളവരും എക്സസൈസ് ചെയ്യണമെന്നാ പറയുന്നത്. പിന്നെ ആൽക്കഹോളും കുറയ്ക്കാനാണ് പറയുന്നത്. ആൽക്കഹോൾ ക്യാൻ ലീഡ് ടു കാർഡിയോവാസ്കുലർ ഡിസീസസ്. പിന്നെ പുറത്തെ നാട്ടിലൊക്കെ 14 യൂണിറ്റ്സ് ഫോർ മെൻ ആൻഡ് വുമൺ. പക്ഷെ ഇവിടുത്തെ നാട്ടില് അങ്ങനെ ഒന്നുമില്ല, എത്ര ആയാലും കുടിക്കും. ഓക്കെ, ഇനി അടുത്തത്, ഇനി ഒരു സാധനം ഞാൻ പറയാൻ വിട്ടുവരുന്നു, MODY. മോഡി അത് പറയട്ടെ, അതാ നിങ്ങൾ വായിക്കും മതിയെങ്കിൽ ഞാൻ നിർത്താം. MODY എന്ന് പറയുമ്പം ഇതൊരു തരം ടൈപ്പ് 1 ഡയബറ്റീസ് മെലിറ്റസ് ആണ്. വെയിറ്റ് 1 minute. ഓക്കെ, ഇത് വേണം. ഈ മോഡി എന്ന് പറയുന്ന ഫുൾ ഫോം എന്ന് പറയുമ്പം മെച്യൂരിറ്റി ഓൺസെറ്റ് ഡയബറ്റീസ് ഓഫ് യങ്. ഓക്കെ, എന്ന് വെച്ചാൽ ആ പേരിൽ തന്നെ ഉണ്ട്, മെച്യൂരിറ്റി ഓൺസെറ്റ്, പ്യൂബർട്ടി തുടങ്ങുന്ന സമയത്ത് ഉണ്ടാകുന്ന ഡയബറ്റീസ്, കുട്ടികളിൽ കാണുന്ന ഡയബറ്റീസ്. അതൊരു തരം ടൈപ്പ് 1 ഡയബറ്റീസ് മെലിറ്റസ് ആണ്. അതിനകത്ത് ഇൻസുലിൻ ഉണ്ടാവുന്നേ ഇല്ല. വൈ? ബിക്കോസ് ഗ്ലൂക്കോകൈനേസ് എന്ന് പറഞ്ഞ എൻസൈം ഡെഫിഷ്യൻസി ക്യാൻ ലീഡ് ടു ഇൻസുലിൻ ഡെഫിഷ്യൻസി. അതാണ് മോഡി. MOD2 എന്നാണ് പറയുന്നത്. ഈ ഗ്ലൂക്കോകൈനേസ് കാരണം ഉണ്ടാവുന്ന മ്യൂട്ടേഷൻ, ഗ്ലൂക്കോകൈനേസിന്റെ മ്യൂട്ടേഷൻ, അതിന്റെ മ്യൂട്ടേഷൻ കാരണം ഉണ്ടാവുന്ന
ടൈപ്പ് 1 ഡയബറ്റീസിന് പറയുന്ന പേരാണ് മോഡി 2, MODY2 കേട്ടോ. ഓക്കെ, പക്ഷെ ഇതിന്റെ പ്രത്യേകത എന്ന് വെച്ചാൽ ഈ ഗ്ലൂക്കോകൈനേസ് എന്ന് പറയുന്നത് ഒരു ഭയങ്കര സെൻസിറ്റീവ് കാര്യമാണ്. അതെന്ന് പറയുമ്പോൾ ഗ്ലൂക്കോസ് ഭയങ്കരമായിട്ട് ബ്ലഡിൽ കൂടിയാൽ മാത്രമേ അത് കൂടിക്കഴിഞ്ഞാൽ അത് വർക്ക് ചെയ്യത്തില്ല. പക്ഷെ ഒരു മോഡറേറ്റ് എമൗണ്ട് ഓഫ് ഗ്ലൂക്കോസ് ബ്ലഡിൽ ഉണ്ടെങ്കിൽ അത് ഉണ്ട്, ആവശ്യത്തിന് ഗ്ലൂക്കോകൈനേസ് പ്രൊഡ്യൂസ് ചെയ്യും. അപ്പോൾ ഇങ്ങനെയുള്ള ആൾക്കാർ നമ്മൾ ടെസ്റ്റ് നടത്തുമ്പോഴേ അവരുടെ ഫാസ്റ്റിംഗ് ബ്ലഡ് ഗ്ലൂക്കോസ് നോക്കുമ്പോൾ ഭയങ്കര കൂടുതലായിരിക്കും. പക്ഷെ പോസ്റ്റ് ബ്രാൻഡിയൽ ബ്ലഡ് ഗ്ലൂക്കോസ് നോക്കുമ്പോൾ നോർമൽ ആയിരിക്കും. അപ്പൊ അങ്ങനെയുള്ളവർക്ക് ഹൈപ്പോഗ്ലൈസീമിയയുടെ ഈ റിസ്ക് കുറവാണ്. അപ്പൊ ട്രീറ്റ്മെന്റ് എടുക്കണ്ടെന്നാ പറയുന്നത് കേട്ടോ. ഗ്ലൂക്കോകൈനേസ് മ്യൂട്ടേഷൻ. ഓക്കെ, അത് കാരണം ഗ്ലൂക്കോകൈനേസ് പ്രൊഡ്യൂസ് ചെയ്യും, പക്ഷെ പ്രൊഡ്യൂസ് ചെയ്യാതെ ഇരിക്കും, അതിന് തോന്നിയ സ്വഭാവം. അതുകൊണ്ട് അങ്ങനെയുള്ളവർക്ക് ട്രീറ്റ്മെന്റ് വേണ്ടെന്നാണ് പറയുന്നത്, മോഡി 2. ഓക്കെ, പിന്നെ ഞാൻ ഈ നേരത്തെ പറഞ്ഞ ഈ HNF, ഹെപ്പറ്റോ ന്യൂക്ലിയർ ഫാക്ടർ, ഈ ഇതിനകത്ത് ഏതിലും ഒരെണ്ണത്തിന് മ്യൂട്ടേഷൻ വരാം. ഒന്നെങ്കിൽ 1 ആൽഫയ്ക്കാവും, 4 ആൽഫയ്ക്കാവും, അല്ലെ 1 ബീറ്റ ആവാം. അങ്ങനെയുള്ളവർക്ക് മ്യൂട്ടേഷൻ വന്നു കഴിഞ്ഞാല് മോഡി ഉണ്ടാവും. മോഡി എന്ന് പറയുന്നത് എന്താ? മെച്ചൂരിറ്റി ഓൺസെറ്റ് ഡയബറ്റീസ് ഓഫ് ദ യങ്, അതാണ് മോഡി. അപ്പൊ മോഡി 3 എന്ന് പറയുന്നത് HNF 1 ആൽഫയുടെ മ്യൂട്ടേഷൻ ആണ്. 1 ബീറ്റ എന്ന് പറയുന്നത് 5 ബീറ്റ മ്യൂട്ടേഷൻ വരുമ്പോൾ മോഡി 5. HNF 4 ആൽഫയുടെ ആണെങ്കിൽ മോഡി 1. ഇനി ഈ 1 ആൽഫയ്ക്കും 4 ആൽഫയുടെയും ട്രീറ്റ്മെന്റ് എന്ന് പറയുന്നത് സൾഫനൈൽ യൂറിയസ് ആണ്. അവർ ഭയങ്കര സെൻസിറ്റീവ് ആണ് സൾഫനൈൽ യൂറിയസുമായിട്ട്. അതുകൊണ്ട് അതങ്ങ് കൊടുത്താൽ മതി. സൾഫനൈൽ യൂറിയസ് ഏത് റിസപ്റ്ററിൽ ആക്ട് ചെയ്യുന്നത്, ഏത് ചാനൽ ആക്ട് ചെയ്യുന്നത്? പൊട്ടാസ്യം ചാനൽ. പക്ഷെ ഈ 1 ബീറ്റ അത്ര നല്ല ആളല്ല. ഈ 1 ബീറ്റ എന്താണെന്നറിയാമോ? ഈ HNF 1 ബീറ്റ എന്ന് പറയുന്ന ന്യൂക്ലിയസിനകത്തൊരു ജനറ്റിക് കമ്പോണന്റ് ആണ് HNF 1 ബീറ്റ. ഇത് ഇൻസുലിന്റെ സെക്രീഷൻ മാത്രമല്ല, നമ്മുടെ കിഡ്നിയുടെ ഡെവലപ്മെന്റും അതുപോലെ നമ്മുടെ ജെനൈറ്റോ യൂറിനറി ഡെവലപ്മെന്റും സഹായിക്കുന്ന ഒരാളാണ് HNF 1 ബീറ്റ. അപ്പോ HNF 1 ബീറ്റ മ്യൂട്ടേഷൻ ഉള്ള ഒരു കുഞ്ഞ് ജനിക്കുമ്പം അവന്ത് പറ്റും? റീനൽ മാൽഫോർമേഷൻസ്, ഹൈപ്പോസ്പിറോസിസ്, റീനൽ സിസ്റ്റം, അതിന്റെ കൂടെ എന്തുണ്ടാവും? ഇൻഫന്റൈൽ ഡയബറ്റീസും ഡെവലപ്പ് ചെയ്യും. അപ്പൊ HNF 1 ബീറ്റ അളവ് നല്ലല്ല, അതിന് ട്രീറ്റ്മെന്റ് നമ്മൾ ഇൻസുലിൻ ആണ് കൊടുക്കുന്നത്. ഓക്കെ, അപ്പൊ അതാണ് മോഡി. അത്രേ ഉള്ളൂ. കഴിഞ്ഞ ക്ലാസ് കഴിഞ്ഞു. എന്തെങ്കിലും വേറെ പറയണോ? ഓക്കെ, ബൈ. കോംപ്ലിക്കേഷൻ ഡ്രഗ്സ് ഒക്കെ വേറെ പഠിക്കും, ഡയബറ്റിക്. ഓക്കെ, ബൈ. ഓക്കെ, താങ്ക് യു.